ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മിൻസ് ഫാഷൻ മലയാളം. ഈ വീഡിയോയിൽ നമ്മൾ പ്ലാങ്ക് എങ്ങനെ പ്രോപ്പർ ഫോമിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പ്ലാങ്ക് ഒരു എക്സലൻറ്റ് മിഡ് ബോഡി വർക്കൗട്ടാണ്. മിഡ് ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ഈ റെക്ടസ് അബ്ഡോമിനസ്, ഈ അബ്ഡോമിനൽ റീജിയനും നമ്മുടെ ഈ ലോയർ ബാക്കും, ഈ റീജിയനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു എക്സലൻറ്റ് വർക്കൗട്ടാണ് പ്ലാങ്ക്. പക്ഷേ നമ്മൾ പുഷപ്സ്, പുള്ളപ്സ് ഇതേപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കൗട്ടാണ് പ്ലാങ്ക്. ഇങ്ങനത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ പലരും മിസ്റ്റേക്കൊക്കെ ചെയ്യും. അത് നമ്മുടെ തെറ്റല്ല, നമുക്കറിയാതെ നമ്മൾ ചെയ്യണതാണ്. സോ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു 7 മിസ്റ്റേക്കാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ പ്ലാങ്ക് ചെയ്യുമ്പോൾ ഈ മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ ചെയ്യാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ 6 പാക്സിൻ്റെ വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. വർക്കൗട്ട് ചെയ്താൽ മാത്രം പോരാ, ഡയറ്റും കുറച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ നമ്മളെ കൊണ്ട് ഷോ ഓഫ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, പ്ലാങ്ക് ചെയ്യുമ്പോൾ തലേനെ പലരും ഇങ്ങനെ കുനിക്കും. നെക്ക് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പർ എക്സ്റ്റെൻഡഡ് പൊസിഷൻ ആയിരിക്കും, ഇങ്ങനെ താത്തി നിർത്തും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ നെക്കിനെ പൊന്തിച്ച് നിർത്തണം. ആ നെക്ക് മസിൽസും സ്പൈനൽ കോഡും ഒരേ അലൈൻമെൻറ്റിൽ വരണം. കാരണം നെക്ക് മസിൽസിനെ നമ്മൾ താത്തിയിട്ട് കഴിഞ്ഞാൽ അത് ഈസിയാണ്, റൈറ്റ്? നമ്മൾക്ക് ഒരു പ്രഷർ ഫീൽ ആവില്ല. രണ്ടാമത്, നമ്മൾ ഈ പ്ലാങ്ക് പൊസിഷനിൽ നിന്ന് പ്ലാങ്ക് ചെയ്യുമ്പോൾ നെക്ക് നമ്മളിങ്ങനെ പൊന്തിച്ച് നിർത്തണത് കൊണ്ട് നമ്മുടെ ഈ നെക്ക് മസിൽസും ഡെയിലി നമ്മൾ ട്രെയിൻ ചെയ്യുമല്ലോ. ഈ പ്ലാങ്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഈ നെക്ക് മസിൽസും ട്രെയിൻ ആവും. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, എൽബോസിനെ ഒരു ഫ്ലാർ ചെയ്ത് വെക്കും ഇതിങ്ങനെ. സോ ഈ വീഡിയോയിൽ കാണാൻ പോലെ നമ്മൾ വെക്കാൻ പാടില്ല. നമ്മൾ ഇതിങ്ങനെയായിരിക്കണം വെക്കേണ്ടത്, റൈറ്റ്? ഈ പൊസിഷനിൽ വെക്കണം. ഈ പൊസിഷനിൽ എന്താ വെക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സെൽഫോൺ ഉപയോഗിക്കില്ലേ, സെൽഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈ ഈ പൊസിഷനിലായിരിക്കും. ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ എൽബോസ് ഇങ്ങനെ ഫ്ലാർ ആയിരിക്കും. സോ അതിന് പകരം നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിനെ ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ആക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, യൂസ് ചെയ്യാതെ ഒരു ചില മസിൽസൊക്കെ നമ്മളെ കൊണ്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഷോൾഡർ റിട്രാക്ഷനാണ്. സോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പലരും വിരിച്ചിരിക്കുന്ന ആ ഷോൾഡറിനെ അങ്ങോട്ട് താത്തിയിട്ട് വളരെ ലേസി ആയിട്ട് വർക്കൗട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ 3 മിനിറ്റ് 4 മിനിറ്റ് പ്ലാങ്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഷോൾഡറിനെ പ്രൊട്രാക്ട് ചെയ്യണം. ആ ലാറ്റൊക്കെ വിരിച്ചിട്ട് നമ്മൾ ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അപ്പർ ബാക്ക് മസിൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറച്ചും കൂടി കൂടും. നാലാമത്തെ വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഹിപ്പിനെ താത്തും. അതായത് നമ്മുടെ ബട്ടക്സിനെ താത്തി ലോയർ ബാക്കിനെ വളച്ച് നിർത്തും. സോ ഈ മിസ്റ്റേക്ക് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല പ്ലാങ്ക് ചെയ്യുമ്പോൾ. സ്പെഷ്യലി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്പൈൻ ഇങ്ങനെ വളയണത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ലോയർ ബാക്കിൽ അൺവാണ്ടഡ് പ്രഷറാണ് വീഴുന്നത്. പിന്നെ ഇങ്ങനെ വളയ്ക്കുമ്പോൾ അബ്ഡോമിനൽ മസിൽസിൻ്റെ ആ പ്രഷർ ലൂസാവാണ്. അതായത് പ്ലാങ്കിൻ്റെ ഒരു പ്രധാന വർക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റെക്ടസ് അബ്ഡോമിനസ്, ഈ അബ്ഡോമിനൽ വാൾസിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് നമ്മൾ ആ വർക്കൗട്ട് ചെയ്യുന്നത്. ആ ഹിപ്പ് താത്തിയിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ പ്രഷർ തന്നെ ലൂസാവും. സോ നമ്മുടെ അപ്പർ ബോഡി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നെക്ക് തൊട്ട് ഹിപ്പ് വരെ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. പിന്നെ ലോയർ ബോഡിയിൽ ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ, മുട്ടുകാല് ഇങ്ങനെ വളച്ചിരിക്കും. സോ മുട്ടുകാല് വളയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അബ്ഡോമിനൽ മസിലിൻ്റെ ആ പ്രഷർ കുറയും. നിങ്ങൾ ആ വളയ്ക്കണത് സ്ട്രെയിറ്റ് ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലാങ്ക് ചെയ്യുമ്പോൾ, പ്രോപ്പർ ഫോമിൽ പ്ലാങ്ക് ചെയ്യുമ്പോൾ നിങ്ങളെക്കൊണ്ട് ഒരു 40 സെക്കൻഡ് 60 സെക്കൻഡ് വരെ നമ്മളെക്കൊണ്ട് പ്രോപ്പറായിട്ട് നിൽക്കാൻ പറ്റില്ല. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ 6th മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ബ്രീത്തിങ്. ഒരു ചിലർ ഈ പ്ലാങ്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ശ്വാസം കൂടി പിടിച്ചിട്ട് 30 സെക്കൻഡും അവർ ആ ബ്രീത്തിനെ ഹോൾഡ് ചെയ്തിട്ട് ആ പ്ലാങ്ക് കഴിച്ചതിന് ശേഷമാണ് അവർ പിന്നെ ശ്വാസം വിടുക. അങ്ങനെ നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ പാടില്ല, റൈറ്റ്? നമ്മൾ ആ പ്ലാങ്ക് ചെയ്യുന്ന 30 സെക്കൻഡ്സും അല്ലെങ്കിൽ 60 സെക്കൻഡ്സും നമ്മൾ ബ്രീത്ത് ചെയ്യണം. ഇത് ഞാൻ ചെയ്ത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഫുൾ ബ്രീത്തിങ്, ഫുള്ളായിട്ട് ഇൻഹേൽ ചെയ്യുക, ഫുള്ളായിട്ട് എക്സേൽ ചെയ്യുക. ചിലർ വർക്കൗട്ട് ചെയ്യുമ്പോൾ പാർഷ്യൽ ബ്രീത്തിങ് നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ ബ്രീത്തിനെ ഹോൾഡ് ചെയ്യാനും പാടില്ല. ഫുള്ളായിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ബിഗിനിങ്ങിൽ കഷ്ടമായിരിക്കും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കോർ മസിൽസ് നന്നായി സ്ട്രെങ്തൻ ആവും. പിന്നെ അടുത്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, 60 സെക്കൻഡിന് മേലെ നമ്മൾ പ്ലാങ്ക് ചെയ്യാൻ പാടില്ല. 60 സെക്കൻഡ് മേലെ നിങ്ങൾ പ്ലാങ്ക് ചെയ്യുകയാണെങ്കിൽ പ്ലാങ്ക് ഫോം കറക്റ്റാണോ, ടെക്നിക്ക് കറക്റ്റാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ല ബ്രോ, ഞാൻ ഒരു 6 മാസം 1 കൊല്ലമായിട്ട് പ്ലാങ്ക് എന്നും ചെയ്യുകയാണ്, എനിക്ക് നല്ലൊരു മിഡ് ബോഡി സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റൻസിറ്റി കൂട്ടണം. അതായത് നമ്മുടെ പുറത്ത് നമ്മൾ 5 കിലോവോ 10 കിലോയുടെ പ്ലേറ്റോ അല്ലെങ്കിൽ ഇഷ്ടികകൾ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആ മേലത്തുള്ള പ്രഷർ നമ്മുടെ വയറ്റിന് ഇങ്ങനെ താത്തും. പിന്നെ അതും കൂടി നമ്മൾ വർക്കൗട്ടിൽ ചേർത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മിഡ് ബോഡി സ്ട്രെങ്ത് കുറച്ചും കൂടി കൂടും. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ചിലർ 3 മിനിറ്റ് 5 മിനിറ്റ് 6 മിനിറ്റ് വരെ ഞാൻ പ്ലാങ്ക് ചെയ്യേണ്ടതെന്ന്. നമ്മൾ പ്ലാങ്ക് ചെയ്യേണ്ട സമയമല്ല ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഫോം പ്രോപ്പറായിരിക്കണം, പിന്നെ ഇൻറ്റൻസിറ്റി.
ഒരു സെർട്ടൈൻ ലെവൽ നമ്മൾ കടന്നതിന് ശേഷം നമ്മൾ തന്നെ ആ വർക്കൗട്ടിനെ കുറച്ചും കൂടി ഹാർഡൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ജിമ്മിലേക്ക് പോയിട്ട് ആദ്യമായിട്ട് നമ്മൾ വെയിറ്റ് പൊക്കുകയാണ്, തമ്പിൾസ് പൊക്കുകയാണ്, അല്ലെങ്കിൽ ലൈക്ക് ബാർബൽ റോഡൊക്കെ പൊക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മളെ കൊണ്ട് ഓരോ സൈഡും 2 കിലോ വെച്ചാണ് പൊക്കാൻ പറ്റുക. ഒരു 2-3 ആഴ്ച നമ്മൾ ട്രെയിൻ ആയതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് ഈസിയാവും. കാരണം നമ്മുടെ ബൈസപ്പ് മസിലിന് സ്ട്രെങ്ത് ഗെയിനായി. പിന്നെ നമ്മുടെ ട്രെയിനർ എന്താ പറയുകയെന്ന് വെച്ചാൽ ഒരു 5 കിലോയും കൂടി ആഡ് ചെയ്യും. സോ 5 കിലോൻ്റെ വെയിറ്റ് നമ്മൾ പൊക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെയും ആ മസിൽ ബ്രേക്ക് ആവും, പിന്നെയും ബിൽഡ് ആവും. അങ്ങനെയാണ് കുറച്ച് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക. അതേപോലെ തന്നെയാണ് നമ്മൾ ആബ് ട്രെയിൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 60 സെക്കൻഡിനിൽ കൂടുതൽ നിങ്ങളെ കൊണ്ട് ആ പൊസിഷനിൽ നിൽക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ ബാക്കിൽ നിങ്ങൾ വെയിറ്റ് ആഡ് ചെയ്യണം, ഇൻറ്റൻസിറ്റി കൂട്ടി വർക്കൗട്ടിനെ ഹാർഡൻ ചെയ്ത് പിന്നെ ട്രെയിൻ ചെയ്യണം. സോ നിങ്ങളുടെ ആ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ആവും. ആൻഡ് ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്ലാങ്ക് ചെയ്യുമ്പോൾ ആബ്ഡോമിനൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി പ്ലാങ്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്തോ. കാരണം 3 മിനിറ്റ് ചെയ്യൽ, 5 മിനിറ്റ് ചെയ്യൽ അതല്ല വിഷയം. പ്രോപ്പർ ഫോമിൽ പ്രോപ്പർ ടെക്നിക്കിൽ നമ്മൾ ചെയ്യണം, റൈറ്റ്? അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനേലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഫോട് കൂടി നിങ്ങളെ വന്ന് കാണാം. അൺടിൽ ദാറ്റ്, ബൈ ഫ്രം സഞ്ജു.